ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്നാലും മോൾ അയാളോട് വഴക്കിനൊന്നും പോകണ്ടായിരുന്നു. റിട്ടയർഡായെന്ന് പറഞ്ഞാലും അയാൾ പഴയ പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, അതിന്റെ ഒരു പവർ കാണാതിരിക്കൂ. എന്ത് പവർ അച്ഛാ? ഇങ്ങനെ കുറെ പേരുണ്ടെന്ന് വെച്ച് നമ്മൾ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? എന്റെ അച്ഛനെ വഴിയിൽ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയാ ഞാൻ പിന്നെ മിണ്ടാതിരിക്കണോ? സുധിയേട്ടൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുന്നതല്ലേ ഞാനും ചെയ്തിട്ടുള്ളൂ. സുധി അല്ല ദേവിക. എന്തെങ്കിലും കേട്ടാലുടൻ മുന്നും പിന്നും നോക്കാതെ ചാടിപ്പോയി ബഹളം ഉണ്ടാക്കുന്നത് പെമ്പിള്ളേർക്ക് ചേർന്ന പണിയല്ല. അമ്മ, ഞാൻ എന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ ദേവികയെ ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല. ദേവിക ഈ ചെയ്തതിനൊക്കെ അയാൾ പകരം വീട്ടുന്നത് മനോഹരേട്ടനോടായിരിക്കും. അത് ചിന്തിച്ചിട്ടുണ്ടോ? അയാൾക്ക് അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് ഏതൊക്കെ രീതിയിൽ മനോഹരേട്ടനെ ഉപദ്രവിക്കാൻ പറ്റും? നാളെ ഈ ജോലി കൂടി ഇല്ലാതായ എന്ത് ചെയ്യും? അമ്മ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ചിന്തിക്കണം. എടുത്തു ചേട്ടൻ കുറച്ചൊന്ന് കുറയ്ക്കണം. ഞാനിത് പലവട്ടം ദേവികയോട് പറഞ്ഞിട്ടുണ്ട്. മതി പാർവതി, നിർത്തിയേക്ക്. ഓ, നീ പിന്നെ എല്ലാം ചിന്തിച്ചുറപ്പിച്ച് ചെയ്യുന്നോളാണല്ലോ. എനിക്കൊരു അപമാനം വന്നപ്പോ അത് ചോദ്യം ചെയ്യാൻ മുണ്ടും മടക്കി കുത്തി ഇറങ്ങാൻ ഒരു മകനില്ല എന്നുള്ള ദുഃഖം എനിക്കിപ്പോ തീർന്നു. കാരണം അതിനേക്കാൾ ചങ്കുറപ്പുള്ളൊരു മോൾ എനിക്കുണ്ട്. നാളെ എൻ്റെ നിത്യമോളും കൂടെ ഒന്ന് എണീറ്റോട്ടെ. പിന്നെ എൻ്റെ ഇടം കണ്ടും വലം കണ്ടുമായിട്ട് എനിക്ക് 2 പെൺകുട്ടികളാണ്. മനോഹരേട്ടൻ വെറുതെ ഒരു ആവേശത്തിന് ആർപ്പോ വിളിച്ചു കൊടുക്കരുത്. കാരണം നാളെ ഇത് ദേവികയ്ക്ക് മാത്രമല്ല, ഈ കുടുംബത്തിലെ എല്ലാവർക്കും ദോഷം ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അമ്മേ? ഭയന്ന് ഭയന്ന് സ്വയം ഒരുങ്ങി ജീവിക്കണോ? അതോ ആത്മഹത്യ ചെയ്യണോ? അതൊന്നും നടക്കില്ല അമ്മേ. ദൈവം തന്ന ഈ ജീവിതം അന്തസ്സായി ജീവിച്ചു തീർക്കും. അടിച്ചാ തിരിച്ചടിക്കും. 10 അടി ചിലപ്പോ ഇങ്ങോട്ട് കിട്ടുമായിരിക്കും. സാരമില്ല, ഒരെണ്ണെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ, അത് മതി. ഇക്കാര്യത്തിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയാലും സാരമില്ല. എനിക്ക് എന്റെ ജീവനേക്കാളും വലുത് എന്റെ അച്ഛന്റെ അഭിമാനമാണ്. ആഹാ, ശരത്തന്റെ കോമ കുട്ടി ഉണർന്നു നടക്കുമായിരുന്നോ? എടി പാഴ്ത്തടി പീസ്, നിന്നെ നോക്കാൻ നിന്റെ അച്ഛൻ മനോവണൻ ഏതോ ഹോം നേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഞാനേ നമ്മുടെ അമുദത്തെ ഹോം നേഴ്സ് ആക്കാൻ ഒരു പദ്ധതി ഇട്ടതാ. പക്ഷേ മനോഹരൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല.